ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇവിടെയുള്ള ആളുകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു എമറാത്തി ആയിട്ടാണ് യിൽ ജനിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ വക എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ യിൽ തന്നെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സ്കൂളും കോളേജും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ യിൽ തന്നെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് യാതൊരുവിധ ഫീസും ഈ കോഴ്സുകൾക്ക്, അതായത് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിന് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു കല്യാണം കഴിക്കാനായിട്ട് പോവാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കാശില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ 70,000 ദിറംസോളം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് നാട്ടിലെ ഏകദേശം 16 ലക്ഷത്തോളം രൂപ വരും. അത് നിങ്ങളുടെ കല്യാണത്തിനായിട്ട് ഗവൺമെൻറ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫ്രീ ലാൻഡും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഫ്രീ ഡെലിവറിയാണ്. അതുപോലെ തന്നെ 9 മാസം വരെയുള്ള കുഞ്ഞിൻ്റെ ചെക്കപ്പും ഫ്രീ ആണ്. പിന്നെ ഹോസ്പിറ്റൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഫ്രീ ആണ് ഗൈസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു സർജറി വേണം, പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ ആ വ്യക്തിയെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി അവിടെ സർജറി ചെയ്യിപ്പിച്ച് അവിടുത്തെ സർജറിക്ക് ശേഷം തിരിച്ച് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അതും ഫ്രീ ആയിട്ടായിരിക്കും. അതിനും ഗവൺമെൻറ് യാതൊരുവിധ പേയ്മെൻറ്റും ഈടാക്കുന്നതല്ല. ഇനിയിപ്പോൾ പ്രായമായി അവരെ നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അവർക്കൊരു കെയർ ടേക്കറിനെയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതും ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു വ്യക്തി മരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ വ്യക്തിയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ കുടുംബത്തിന് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ ആ വ്യക്തിയുടെ ചടങ്ങുകളും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഗവൺമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏതായാലും ഞാൻ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.